RCB SRH ഓപ്പണിംഗ് മത്സരത്തിലെ ടോപ്പ് 5 മൊമെന്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ടോസ് നേടി ബൗളിംഗ് RCB തിരഞ്ഞെടുത്തപ്പോൾ വളരെ കൃത്യമായ പ്ലാനോടെയായിരുന്നു RCB പന്തെറിഞ്ഞത്. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഹെവിയായ SRH ടോപ്പ് ഓർഡറിന് വീശാനുള്ള വിടുത്ത് കൊടുക്കുന്നേയില്ലായിരുന്നു. തൈപ്പാടും ലെഗ് സ്റ്റമ്പും തന്നെ ലക്ഷ്യമാക്കിയുള്ള ബൗളിംഗാണ് ജേക്കബ് ഡഫിയും ഭുവിയും നടത്തിയത്. എല്ലാ ഓവറിലും ഒരു സർപ്രൈസ് ഷോട്ട് ബോളും ഉണ്ടായിരുന്നു. കറക്റ്റ് ആ ഷോട്ട് ബോളിൽ തന്നെ പുള്ളി ചെയ്യാൻ ശ്രമിച്ച SRH ബാറ്റേഴ്സ് വിക്കറ്റും കളഞ്ഞു. വളരെ ബ്രില്യൻ്റായ ടാക്ടിക്കൽ അപ്രോച്ച് ആയിരുന്നു ഇത്. ജേക്കബ് ഡഫിയുടേത് എടുത്തു പറയേണ്ട അരങ്ങേറ്റമായിരുന്നു. ഡഫി കഴിഞ്ഞാൽ പിന്നീട് സോൾട്ടിന്റെ ഫീൽഡിംഗ് ആയിരുന്നു RCB ബൗളിംഗിലെ ഹൈലൈറ്റ്. 3 ക്യാച്ചാണ് സോൾട്ട് എടുത്തത്. ആദ്യത്തേത് ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് റെഗുലേഷൻ ക്യാച്ച് ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തേത് നല്ല മൈൻഡ് ബോഡി കൺട്രോൾ വേണ്ട ഒരു ക്യാച്ചും മൂന്നാമത്തേത് ഒരു 1 ഹാൻഡഡ് സ്റ്റണ്ണറും. ഒരു ഗെയിം കളിക്കുമ്പോൾ ലെവൽ ഇൻക്രീസ് ചെയ്യുന്ന പോലെയായിരുന്നു സോൾട്ടിന്റെ ഫീൽഡിംഗ്. ഹൈദരാബാദിന്റെ നിരയിൽ ക്യാപ്റ്റൻ ഇഷാനും അൻകിത് വർമ്മയും മാത്രമാണ് തിളങ്ങിയത്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നാൽ ചിന്നസ്വാമിയിൽ 201 ഡിഫെൻഡ് ചെയ്യാനുള്ള ബൗളിംഗ് ലൈനപ്പ് കമ്മിൻസ് വന്നാൽ പോലും SRHനുണ്ട് എന്ന് തോന്നിയതേയില്ല. ഒരു പവർ പ്ലേ സ്പെഷ്യലിസ്റ്റ് എന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് ബോളർ എന്ന് വിളിക്കാനോ പറ്റുന്ന ഒരാളും SRHന്റെ ബൗളിംഗ് ലൈനപ്പിൽ ഇന്നലെ ഇല്ലായിരുന്നു. പവർ പ്ലേയിൽ തന്നെ കളി 15 ഓവർ കൊണ്ട് തീരുമെന്ന് തോന്നിച്ചിരുന്നു. അത് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ സംഭവിച്ചു. ദേവദത്ത് പടിക്കൽ ഒരു ഹൈ ഇമ്പാക്ട് ഇന്നിംഗ്സ് കളിച്ചപ്പോൾ പട്ടിദാർ ഒരു ക്യാമിയോയും കോഹ്ലി ഒരു ടിപ്പിക്കൽ കോഹ്ലി ഇന്നിംഗ്സും കളിച്ചു. മത്സരം 16 ഓവറിൽ തന്നെ തീരുകയും ചെയ്തു. ജേക്കബ് ഡഫിയാണ് കളിയിലെ താരം.